നിയമത്തിനോടുള്ള വെല്ലുവിളിയല്ലേ? നമുക്ക് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അറിയിക്കേണ്ട ആവശ്യമില്ല. ശിവകുമാർ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ നിയന്ത്രിച്ച കൊലപാതകമായ രക്തസാക്ഷിത്വമായ തരത്തിലാലിന്റെയും ഓർമ്മകൾ തുടിക്കുന്ന ഈ മണ്ണിലേക്ക് അവരുടെ കാലച്ചകൾ പതിഞ്ഞ അവരുടെ ശബ്ദപുകിതങ്ങൾ കൊണ്ട് അവർ പാറിപ്പറന്ന പൂമ്പാറ്റിയെപ്പോലെ ഈ മണ്ണിൽ പാറിപ്പറന്ന കരിയോളത്തിന്റെ മണ്ണിലേക്ക്, കരിയോളത്തിന്റെ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുനർപതി അതെ 14 സംസ്ഥാനങ്ങൾ ഭരിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം 11 വർഷമായി കയ്യിലിട്ട മാനമായി രാഷ്ട്രത്തെ പോലെ ഈ നാടിനകത്ത് വിലസിക്കൊണ്ടിരിക്കുന്ന സർവ്വത്തെയും ഏകാധിപത്യത്തിന്റെ ആശിഷ്ട മനോഭാവത്തിലൂടെ ഈ നാടിന്റെ നിയമവ്യവസ്ഥയെയും ഈ നാടിന്റെ സർവ്വതയെയും തകർത്തറിഞ്ഞുകൊണ്ട് ഏകാധിപത്യങ്ങളെ പോലെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിജെപിയെ രത്നഗിരിയിലെത്തിയപ്പോ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെത്തിയപ്പോ ബിജെപിയുടെ കാലിടലിയിട്ടുള്ളതിൽ ആ ബിജെപിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ആവേശവും ശിവകുമാർ നമ്മുടെ മക്കളെ അനുസ്മരിക്കാനെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം കേരളത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂൺ കെ സുധാകരനും ചരിത്രത്തിൽ ഒരുപാട് രക്തസാക്ഷികളെ ഈ കയ്യിൽ തന്റെ കയ്യിൽ വാങ്ങിയിട്ടുള്ള അനുഭവങ്ങളുള്ള രക്തസാക്ഷികളും ഈ മണ്ണിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഈ കെ സുധാകരനും ഈ വേദിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കെ ശിവകുമാറിനെ നമ്മൾ അങ്ങനെ നിന്ന് നോക്കിയാൽ പോരാ, ആവേശത്താൽ ഡി കെ ശിവകുമാറിന് സിന്ദാബാദ് വിളിക്കണം. കാരണം കടന്നു വരുന്നത് വെറും കർണാടകയുടെ ഉപമുഖ്യമന്ത്രി മാത്രമല്ല, കർണാടകയിലെ PCC പ്രസിഡന്റ് മാത്രമല്ല, കോൺഗ്രസിന്റെ നാളെയുടെ ഗതിവിധികൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കിങ് മേക്കർ, ഈ നാടിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന കിങ് മേക്കർ. അതാണ് ബാംഗ്ലൂരിൽ ശിവ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡി കെ ശിവകുമാർ കേരളത്തിന്റെ മണ്ണിലേക്ക്, കർണാടക കല്യാണത്തിന്റെ മണ്ണിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡി കെ ശിവകുമാറിനെ ഈ ചരിത്ര ഭൂമിയിലേക്ക്, ചരിത്ര മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജനകീയനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് PK ഫൈസലിനോടൊപ്പം ഇതാ ഡി കെ ശിവകുമാർ, നാം നേരെ കാണാൻ കൊതിച്ച ഡി കെ ശിവകുമാർ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആവേശത്തോടെ നമുക്ക് സിന്ദാബാദ് വിളിക്കാം. ഡി കെ ശിവകുമാർ സിന്ദാബാദ്, ഡി കെ ശിവകുമാർ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്. രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജയ് ജയ് ഡി കെ ശിവകുമാർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയായി. എല്ലാവരും ഉള്ള സൗകര്യത്തിൽ ഇവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം പ്രാർത്ഥന. ഒന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാം വന്ന ലീഡർഷിപ്പിന് സ്ഥല സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കും.
വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഗതാം വരദാം മാതരം വന്ദേ മാതരം. സുരേഷ് So, our beloved leader, the Deputy Chief Minister of Karnataka as well as the KPCC President wants to go back immediately. So we are starting the proceedings of the yoga. KPCC Welcome speech by Jilla Congress Committee President Sri P.K. Faisal. KPCC PCC കർണാടക പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ ഭണ്ഡാരി പ്ലീസ് സ്റ്റേജ് കം. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, ഞാൻ ദീർഘമായി ഇവിടെ സ്വാഗതം ആശംസിക്കുന്നില്ല. കാരണം സമയം ഒരുപാട് വൈകി. നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം ഈ സമ്മേളനം പൂർത്തീകരിച്ച് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പൊന്നുമക്കളായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും 6ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതിനുശേഷം ഇവിടെ ഇപ്പോൾ അനുസ്മരണ രക്തസാക്ഷിത്വ അനുസ്മരണ സമ്മേളനവും നടക്കുകയാണ്. ഈ സമ്മേളനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ 2 മക്കളെ കൊല ചെയ്യപ്പെട്ട ഡിവൈഎഫ്ഐ CPM തമ്മാടികൾക്ക്, കുറ്റവാളികൾക്ക് CBI കടുത്ത ശിക്ഷ നൽകി. 10 വർഷം അവർക്ക് ഇരട്ട ജീവപര്യന്തം നൽകി. 4ഓളം CPMന്റെ ഉന്നത നേതാക്കൾക്ക് 5 വർഷം ശിക്ഷ നൽകി. ശിക്ഷ നൽകിയിട്ട് പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ CPMന് ചേർന്നുകൊണ്ട് കൊലപാതകികളെ സംരക്ഷിക്കുന്ന, കൊലപാതകികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക്, അക്രമങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM പാർട്ടിയും നേതാക്കന്മാരും അധപ്പതിച്ചിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ മുന്നറിയിപ്പാണ് ഈ സമ്മേളനമെന്ന് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി, അക്രമ രാഷ്ട്രീയത്തിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ സ്വാഗത ഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സമ്മേളനം ഇന്ന് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം, കർണാടകത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപ്പിച്ചുകൊണ്ട് രാജ്യത്തെ BJPക്കെതിരായി, RSSനെതിരായി സന്ധിയില്ല പോരാട്ടം നടത്തി മുമ്പോട്ട് പോകുന്ന, ജനാധിപത്യവും മതേതരത്വവും
രക്ഷമണി പോലെ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ട കർണാടകയുടെ ഉപമുഖ്യമന്ത്രി, കർണാടകയുടെ PCC അധ്യക്ഷൻ, കർണാടകത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അധികാരത്തിലേക്കുന്നതിന് വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ DK ശിവകുമാർ അവர்களാണ്. അദ്ദേഹത്തെ സ്വാഗത സംഘത്തിന് വേണ്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഈ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായി നയിച്ചുകൊണ്ട് പ്രവർത്തകന്മാരുടെ കൂടെ നിർത്തി, പ്രവർത്തകന്മാരുടെ എല്ലാ പ്രയാസങ്ങളിലും സാധാരണ പ്രവർത്തകന്മാരെ കൂടെ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് KPCCയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ MP-യാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ MP-യും നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP, ലോക്സഭയിൽ വളരെ ശക്തമായ പോരാട്ടം നടത്തി മുമ്പോട്ട് പോകുന്ന ഷാഫി പറമ്പിൽ MP-യെ സ്വാഗത സംഘത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF-ന്റെ വിജയം വെന്നിക്കൊടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ KPCCയുടെ നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ UDF കൺവീനർ, ഈ സ്വാഗത സംഘത്തിന്റെ ട്രഷറർ കൂടിയായ A ഗോവിന്ദൻ നായർ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഹക്കീം മുന്നിൽ അവർ, കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഒട്ടനവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ സെക്രട്ടറിമാരായ ശ്രീ K നീലകണ്ഠൻ, M ശ്രീനാഥ്, സേവാദളിന്റെ സംസ്ഥാന ബോർഡ് ചെയർമാൻ രമേശ് ശങ്കർ കോച്ചേരി, അതോടൊപ്പം തന്നെ കർണാടക യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമ്മുടെ നാട്ടുകാരൻ എന്റെ ഹാരിസ് MLA-യുടെ പ്രിയപുത്രൻ, നമ്മുടെ കാസർഗോഡ് നമ്മുടെ ജില്ലയുടെ അഭിമാനം കൂടിയായ മുഹമ്മദ് നാരപ്പാൻ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ വാർഡുകളിൽ നിന്നെത്തിയ വാർഡ് പ്രസിഡന്റുമാരെ, ബൂത്ത് പ്രസിഡന്റുമാരെ, മണ്ഡലം പ്രസിഡന്റുമാരെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പോഷക സംഘടനയുടെ ജില്ലാ അധ്യക്ഷന്മാരെ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കളെയും മുഴുവൻ സഹപ്രവർത്തകന്മാരെയും ഏത് പരിപാടിയുടെ വിജയത്തിന് വേണ്ടി താഴെ തട്ട് മുതൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകന്മാരെയും ഇവിടെ എത്തിച്ചേർന്ന ജില്ലയുടെ കോൺഗ്രസിന്റെ ശക്തമായ അടിത്തറയായ കോൺഗ്രസിന്റെ പിന്തുണയുമായി മുമ്പോട്ട് പോകുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സ്വാഗത സംഘത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരെ ക്ഷണിക്കുന്നു. നിർത്തുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ആരാധ്യനായ കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, KPCCയുടെ പ്രസിഡന്റ്, ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന ഒരു വെള്ളി നക്ഷത്രം കൂടിയായ നമ്മുടെയൊക്കെ ആരാധ്യനായ ശ്രീ DK എന്ന പേരിൽ അറിയപ്പെടുന്ന DK ശിവകുമാർ,
കേരളത്തിലെ KPCCയുടെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, MP ശ്രീ ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ സോണി സെബാസ്റ്റ്യൻ, അധ്യക്ഷവേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും 6ാം രക്തസാക്ഷിത്വ ദിനം ഒരു ചരിത്ര സംഭവമായി മാറുകയാണ്. നമുക്കറിയാം, ആ കേസിന്റെ മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഒരു രക്തസാക്ഷി ദിനം എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, ശരത് ലാലിന്റെ പിതാവ്, അതുപോലെ തന്നെ കൃപേഷിന്റെ പിതാവ്, അവരുടെയൊക്കെ ആവശ്യപ്രകാരം ശ്രീ കർണാടകത്തിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെ ഇതിന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മൾ ബന്ധപ്പെട്ടു. അദ്ദേഹം സസന്തോഷം അത് സ്വീകരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ്, ടുഡേ ഈസ് ദ 6th Martyrs' Day of Sharath Lal and Kripesh. In the same day, 6 years back, 2019, the Marxist extremists killed Sharath Lal and Kripesh. It was a brutal and cold-blooded murder. On December 28, 2024, the special CBI court in Ernakulam convicts 14 accused and sent CPM leaders to double life imprisonment for the murder and the conspiracy in the killings. The court also handed 5-year prison terms to former CPM MLA Sri KV Kunjiraman and Block Panchayat President Sri Manikandan and 2 prominent Marxist leaders, Velitholi Raghavan and Velitholi Bhaskaran. Sir, Sri D.K. Shivakumar, the presence of Sri D.K. Shivakumar gives us immense confidence and courage for fighting for justice of Sharath Lal and Kripesh. In this occasion, I wholeheartedly invite the Honorable Deputy Chief Minister of Karnataka and KPCC President to inaugurate the 6th Martyrs' Day. Sir, the people of India love you, respect you, honor you because of your deeds. Julius Caesar once said, cowards die many times in their life, but the brave people never die more than once. You are such a brave and fearless leader of India. I once again invited Mr. D.K. Shivakumar, the towering Congress leader of India, to inaugurate the 6th Martyrs' Day of Sharath Lal and Kripesh. Sir, you are most welcome to deliver your inaugural address. No, I don't know. You need translation because I know only English and Kannada. I don't know Malayalam. Everybody knows Kannada. Who all know Kannada? Lift your hand. English, Kannada, both I'll manage. Okay? Speak in Kannada. No, I will. Everybody knows English also. Don't worry about that. You don't have No, any no. moderation. Translate. You will translate in Malayali? Only if it's in English. Okay. And I'll speak in English only. Then I'll add little Kannada also later. Namaskar to all of you. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. Honorable Party President, my friend, colleague, Mr. Sudhakaran, Honorable Member of the Parliament, Mr. Raj Mohan, our Shafi, our new MP, Mr. Soni Sebastian, Mr. Faisal, Mr. Rahul, our MLA and Youth Congress President, our Nalpat who also joined me. My working president is there, Mr. Manjunath Bandari, and some of the leaders also joined me. I am very happy to be on this great occasion. I have not come here as a deputy chief minister, I have come here as a youth congress leader 35-40 years back. പ്രസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹപ്രവർത്തകർ, പ്രിയങ്കരനായ കെ സുധാകരൻ, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, എന്നോടൊപ്പം കർണാടകയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട PCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്
പ്രിയപ്പെട്ട ശ്രീ മഞ്ജുനാഥ്, പ്രിയപ്പെട്ട മുഹമ്മദ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ വന്നു ചേർന്ന് നിൽക്കുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടല്ല. എന്റെ ഓർമ്മകളും എന്റെ രക്തവും 30-40 വർഷം പുറകിലേക്ക് പോകുന്നു. അന്നത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വികാര വായ്പയോടുകൂടിയാണ് ഞാൻ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത്. I was a NSUI district president and a Taluk Youth Congress president. From there, I have grown up till today with dedication to the party and loyal to the Gandhi family. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ താലൂക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന എന്റെ യാത്രയുടെ കരുത്തെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തോടുള്ള എന്റെ പ്രസ്ഥാനത്തിനോടുള്ള കൂറുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I was being given a Congress party ticket when I was a final-year BCom student to fight against Devegowda by Rajiv Gandhi. From that day till today, I am fighting for the cause of the party. So I thought that how many works I may have in Bangalore. Mr. K.C. Venugopal called me and said, DK, Youth Congress workers have been killed. You have to go there, give your strength, show that you are loyalty to the Youth Congress. That is why I have come here. അവസാന വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്ന എന്നെ ദേവഗൌഡ പോലുള്ള അധികാരിനെതിരെ മത്സരിക്കാൻ നിയോഗിച്ച പാർട്ടിയോടുള്ള കൂറ് അചഞ്ചലമാണ് എന്റെ ഉള്ളിലുള്ളത്. പ്രിയപ്പെട്ട KC വേണുഗോപാൽ വിളിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ 2 സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട മണ്ണിലേക്ക് DK പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മറുത്തൊരക്ഷരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഒരു അടിമുടി പാർട്ടിക്കാരനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I am very happy to be on this great occasion. Our friends, my young friends, Mr. Sharat Lal and our Krupesh might be not here, but his idols, their vision, their loyalty, the sacrifice, he is being still alive today. That is why we all have joined today to support their cause. 2 ധീരരായ സഹപ്രവർത്തകർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. അവരുടെ അകാല മരണം കൊണ്ട് അവർ നമുക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവരില്ലെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അവര് മുറുകെ പിടിച്ച മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ രക്തസാക്ഷിത്വം അത് വെറുതെയാവില്ല, അത് വെറുതെയല്ല, അത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താണ് എന്ന് ഈ സംഗമം വിളിച്ചോതുകയാണ്. I personally believe always there will be a law of nature. No one can hide. No one can escape the misdeed. Today, our 2 young friends have lost their lives. But ultimately, justice has been prevailed. All of you have fought for the justice. I could meet the parents of the deceased martyrs. I feel very sorry for them. But still, their contribution for the Congress party cannot be measured by anything. So that is why, for the love and for the large-hearted, all of you have joined here, and so I am also a part of this great event. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നീതിയിൽ നിന്ന് ഒരാൾക്കും ഒളിച്ചോടാൻ കഴിയില്ല, ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. 2 ധീരരായ സഹപ്രവർത്തകർ ജീവത്യാഗം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി സംഭവിക്കേണ്ട നീതി ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അവരൊരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ കരുത്തരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവത്യാഗത്തിന് അതിന് ഉത്തരവാദികളായ ആളുകൾ അവരും നീതിയുടെയും നിയമത്തിന്റെയും കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. Our party has a great history. Congress history is country's history. Congress strength is country's strength. When our Congress party is in power, all sections of the party is in power. Our Gandhi family, they have sacrificed their life. They have sacrificed their power. You know, from the days of Indira Gandhi, she gave her life to the party. Rajiv Gandhi gave his life to the party. And Sonia Gandhi could have become the Prime Minister of this country for 10 years. But she refused. And Rahul Gandhi, whom you made him MP,
with a great margin and supported him in the crisis, he also could have become the Prime Minister. But he also denied for the sake of the party. That is the strength of the Congress party and the leaders what we have in our party. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതിന്റെ നേതാക്കന്മാരുടെ സംഭാവനകളെ കണ്ടിൽ നിന്ന് വെക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനത്തിന് നയിച്ചവർക്ക് ത്യാഗത്തിന്റേതായ ചരിത്രം കൂടിയുണ്ട്. ഈ നാടിനു വേണ്ടി ഛിന്ന ഭിന്നമായി പോയ ഇന്ദിരാഗാന്ധിയുടെ, ഈ നാടിനു വേണ്ടി ചിതറിത്തെറിച്ചു പോയ രാജീവ് ഗാന്ധിയുടെ പ്രസ്ഥാനം, അവരുടെ ജീവത്യാഗം ഈ നാടിനു വേണ്ടിയുള്ളതായിരുന്നു. ഈ നാടിന്റെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വന്നപ്പോ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നുവെന്ന് ഉറച്ച നിലപാടെടുത്ത സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 10 വർഷം തുടർച്ചയായി ഈ പ്രസ്ഥാനം അധികാരത്തിലേക്ക് തിരികെ വന്നപ്പോ അതിലേത് ദിവസത്തിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നിരിക്കാൻ സർവസ്വം കൊണ്ട് യോഗ്യനായിരുന്നിട്ടും ഞാൻ അതിലേക്കില്ല എന്ന് തീരുമാനമെടുത്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാനത്യാഗങ്ങൾ അത് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുമാണ്. As our leaders have sacrificed their lives, my young friends, Youth Congress friends, 2 of them who have been killed by I don't want to comment on the other, but they have sacrificed their life. Ultimately, the justice has been prevailed. Injustice was there, so you all have fought. Ultimately, the courts has given justice. Justice has been flown from the seat of justice. I would like to thank the court for giving the justice to all of us today on this great event. 2 യുവാക്കൾ, 2 ധീരരായ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അനീതിക്കരയായ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ അനീതി ചെയ്ത കൊടിയ അക്രമത്തിന് അതിന് ബദലുണ്ടാവണം, പരിഹാരമുണ്ടാവണം, നീതി ഉണ്ടാവണം. ആ നീതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നടത്തിയ പോരാട്ടം, ഇവിടുത്തെ പ്രസ്ഥാനം, പാർട്ടി നടത്തിയ പോരാട്ടം പാർട്ടിയുടെ പ്രസിഡന്റ് വേദിയിലുണ്ട്. ഞാൻ അവരുടെ കുടുംബത്തെ കണ്ടിരുന്നു. ആ കുടുംബം നടത്തിയ പോരാട്ടം, ആ പോരാട്ടങ്ങൾ ഇവിടെ നീതി നിർമ്മാണത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി, കരുത്തായി മാറിയെന്ന് നിങ്ങൾ കണ്ടു. ആ കൊടിയ അനീതിക്കെതിരായി ഇവിടെ നിർവഹണം നടന്നിരിക്കുന്നു. നീതി ലഭ്യമാവാനുള്ള നിങ്ങളുടെ പോരാട്ടം ഒരു പരിധിവരെ എത്തിയിരിക്കുന്നു. ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത കൊലപാതകികളെ, അക്രമികളെ ഈ നാടിന്റെ നിയമ സംവിധാനം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരിക്കുകയാണ്. Today, I am very shocked to hear the history of this event, this crime. I never expected a communist party which has a big history, that they have been indulged in organizing such type of crimes. It is a shame on Indian democracy. It is a shame on Indian culture. ജനാധിപത്യത്തിനേറ്റ തീരാ കളങ്കമാണ് പെരിയയിൽ നടന്ന ഈ ക്രൂരകൃത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ സംസ്കൃതിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്, അപമാനഭാരമാണ് ഈ കളങ്കം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വലിയ പാരമ്പര്യം പേർന്നവരെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ക്രൂരമായ അതിക്രമങ്ങളിൽ, കൊലപാതക രാഷ്ട്രീയത്തിൽ അവരുടെ തല താഴ്ത്തി വെക്കുന്നത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോ ഞാൻ അത് തിരിച്ചറിയാൻ, വിശ്വസിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് ഈ പെരിയയുടെ മണ്ണിൽ അവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. I could understand the pain of the parents. I could understand the pain of the party men. I could understand the pain of all the friends and the congressmen here. Today I am here to tell you that under the leadership of Sonia Gandhi, Rahul Gandhi and Priyanka Gandhi and Mr. Mallikarjun Kharge, they all have sent their message and blessing that we stand by our young youth Congress people who have paid their lives for the sake of the party today. ആറ്റുനോറ്റുണ്ടാക്കിയ മക്കളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ വേദന എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം കൊടിപിടിച്ച് നടന്ന പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുടെ വേദന അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. സുഹൃത്തായും കുടുംബാംഗങ്ങളുമായും ഒപ്പം നടന്നവർ, നാട്ടിലെ പ്രിയപ്പെട്ടവർ, അവർക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന വേദനയുടെ അളവ് അത് കൃത്യമായി തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കൂടെ മാനസികമായ പിൻബലത്തോടു കൂടിയാണ്. സോണിയാഗാന്ധിയുടെ പിന്തുണ,
രാഹുൽ ഗാന്ധിയുടെ പിന്തുണ, പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ, മല്ലികാർജുന ഖാർഗെയുടെ പിന്തുണ, ഈ ത്രിവർണ്ണ പതാകയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ട് ധീര പോരാളികൾക്കൊപ്പം കോൺഗ്രസ് കുടുംബത്തിന്റെ, രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to thank on behalf of all the congressmen in the country. Congress party can't forget my Kerala voters who voted to the parliament in the past parliament elections, and you gave a very big number of seats when we were only 40 and odd. That time also you gave more than 19-20 seats to the UDF. Again this year you have given very big mandate. Our number has reached 100. Your Kerala contribution to the India bloc can't be forgotten. You are the root of the Congress party. You are the root of the democracy. You are a big strength to all of us. I salute you on behalf of the Congress party to all the workers and the voters of this state. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ജനാധിപത്യ സമൂഹത്തെ മറക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല. രാജ്യം ജനാധിപത്യ അതിജീവനത്തിന്റെ പാതയിൽ ഒരു പോരാട്ടത്തിന്റെ നാളുകളായിരുന്നപ്പോ, രാജ്യത്തെമ്പാടും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോഴും, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇത്തവണ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ഒരു വലിയ പോരാട്ടം നയിച്ച് 100 സീറ്റിലേക്ക് എത്തിയപ്പോ അവിടെ 100 കോൺഗ്രസിന്റെ എംപിമാർ കൈ ഉയർത്തി നിൽക്കുമ്പോ അതിന് ഏറ്റവും കരുത്ത് പകർന്നത് കേരളത്തിലെ വോട്ടർമാരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 19ഉം ഇത്തവണ 18ഉമായി കോൺഗ്രസിന്റെ കരുത്തായി മാറിയ വോട്ടിന്റെ ഉടമകളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ പേരിൽ, ഇന്ത്യ മുന്നണിയുടെ പേരിൽ, കോൺഗ്രസ് കുടുംബാംഗങ്ങളുടെ പേരിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തോടുള്ള നന്ദിയും അഭിവാദ്യങ്ങളും ഈ വേദിയിലും നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When Rahul Gandhi lost in Uttar Pradesh, you elected him. Again, today you have elected Priyanka Gandhi. These two leaders will change the destiny of this country. I am very confident, and for your lifetime, you will remember the contribution of your votes to the Gandhi family and to the country. വർഗീയതയുടെയും വിഭാഗീയതയുടെയും കൈപ്പിടിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ രണ്ട് നേതാക്കന്മാർക്ക് കഴിയും. നിങ്ങൾക്കറിയാം, യുപിയിലെ അമേഠിയിൽ കാലടറി വന്നപ്പോ ഇവിടെ ചേർത്ത് പിടിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജനാധിപത്യത്തിന്റെ കരുത്തായി രാഹുൽ ഗാന്ധി അയച്ചത് കേരളമാണ്. ഇപ്പൊ ഇതാ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചത് കേരളമാണ്. ഈ രാജ്യത്തിന്റെ നിർണായകമായ ഭാഗധേയം അത് മാറ്റി എഴുതാൻ കരുത്തുള്ള രണ്ട് നേതാക്കന്മാരെയും പാർലമെന്റിലേക്ക് അയച്ചതിന്റെ ക്രെഡിറ്റ് കേരളീയ പൊതുസമൂഹത്തിനാണ്, നിങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. അവർ ഈ രാജ്യത്തെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. I have a lot of friends in Bangalore who have been working, who have the roots of Kerala. Either they'll be a congressman or a communist, but everyone tells that they are very much shocked on the administration of the LDF government. They want to see that a UDF government will come and serve this state in the next election. മലയാളി സഹോദരന്മാരെ കൊണ്ട് സമ്പന്നമാണ് ബാംഗ്ലൂർ. അതിൽ പലരും എനിക്ക് സുഹൃത്തുക്കളാണ്, പലരും എനിക്ക് സഹോദരന്മാരാണ്. അവരെ ഞാൻ കാണുമ്പോ സംസാരിക്കുമ്പോ അവരിൽ പലരും കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരിൽ പലരും കോൺഗ്രസിന്റെ പ്രവർത്തകരെയല്ല. പക്ഷെ ഒരേ സ്വരത്തിൽ ഒന്നടങ്കം അവർ പറയുന്നു, ഈ ഭരണകൂടത്തെ, പിണറായി വിജയന്റെ ഭരണകൂടത്തെ, LDFന്റെ ഭരണകൂടത്തെ മലയാളി സമൂഹത്തിന് മടുത്തിരിക്കുന്നു എന്ന് അവരെ തുറന്നു പറയുന്നു. എനിക്ക് ഉറപ്പാണ് 2026 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും. അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമെന്ന് അവരോട് സംസാരിക്കുമ്പോ എനിക്ക് അനുഭവപ്പെടുന്നു. I am very confident the Congress-led government here will give a good administration. You will not involve in any criminal politics. They will be very clean, and they will be a model government to the country. This is what Congress party has given in the earlier. We would like to repeat and say that today again, with all your support,
with the people of Kerala. I am confident that the Congress-led government will come to power and serve you better. കറകളഞ്ഞ അഴിമതി വിരുദ്ധ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇനി വരാനിരിക്കുന്ന UDF-ന്റെ ഗവൺമെന്റിന്, കോൺഗ്രസിന്റെ ഗവൺമെന്റിന് സാധിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിന് തന്നെ മാതൃകയായ ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുൻ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് കോൺഗ്രസ് ഈ മണ്ണിൽ സാധ്യമാക്കും. നിങ്ങൾ അത് ഈ മണ്ണിൽ അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The entire voters know that CPI has a political understanding with the BJP. This is not good in the interest of the Kerala, for the Kerala development. Whatever understanding they have, they could not give a good governance. They could not bring growth. They could not be happiness. We could see a lot of people suffering from the Kerala administration. But with all your support, I appeal to you, you should find out a way, convince the people that you should have a UDF government and it will serve you better and it will safeguard all your interests. BJP-യും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം ഇന്ന് പകല പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണ്. ആ അവിശുദ്ധ ബാന്ധവം കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല. എനിക്ക് ഉറപ്പാണ്, ആ കള്ള കൂട്ടുകെട്ടിനെ പൊളിച്ചെഴുതി 2026 UDF കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരും. ആ ഗവൺമെന്റ് ഗുണ്ടകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല. ആ ഗവൺമെന്റ് ക്രിമിനലുകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല. ആ ഗവൺമെന്റിന്റെ അജണ്ട നാടിന്റെ വികസനമായിരിക്കും, കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കായിരിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഏർപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുമായി സംവദിക്കണം, അവരോടൊപ്പം നിൽക്കണം, അവരെ ചേർത്ത് നിർത്തി അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന് നിങ്ങളൊരു പോരാട്ടം നയിക്കുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച പ്രതീക്ഷ. Anyway, at last, I would like to thank all the workers who are assembled here. I thought that it is in the district headquarters. So I never knew. I took some time there. Otherwise, I would have come a little bit early. I have a flight. I have to reach for some important work. I have to go back to Rajasthan for one minister's conference in Rajasthan. All India Irrigation Minister Conference. I have to go there. But still, I thought that I said that you should send me early, because if it was early morning, it would have been a great help to me. Anyway, a great gathering. But still, I would like to tell you that I received a letter from our ward committee members that they wanted to form a cultural center at the name of the martyrs here. So I would like to announce that on behalf of the KPCC, I will give 25 lakhs for that. പ്രിയപ്പെട്ടവരെ, ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ പരിപാടിയെ സംബന്ധിച്ച് കേട്ടപ്പോ വിചാരിച്ചത് ഇത് കാസർഗോഡിന്റെ നഗരഹൃദയത്തിൽ എവിടെയെങ്കിലും വെച്ച് നടക്കുന്ന പരിപാടിയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര അതിനനുസരിച്ച് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് അവിടെ നിന്നും ഇങ്ങോട്ട് പോരണമെന്ന്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴും കാണുന്നത് വിസ്മയകരമായ ജനക്കൂട്ടമാണ് ഈ സംഗമത്തെ മനോഹരമാക്കുന്നത്. ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച 2 ധീര പോരാളികൾക്ക് അവർക്കൊരു നിത്യ സ്മാരകം ഒരുക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക കേന്ദ്രം ഈ കല്യോട്ടിന്റെ മണ്ണിൽ പണിയാൻ ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അത് സാധ്യമാക്കാൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 25 ലക്ഷം രൂപ നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ സ്ഥലത്തിന്, അവരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് നിത്യസ്മാരകം തീർക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തുക അനുവദിക്കുമെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I appeal to my God, whom I believe. May the soul of Sharath and Kripesh rest in peace. You should not worry. His idols remain, his vision remain, his philosophy remain, and the strength for the party will remain. So let us all be with their parents, with friends and family members. Let us give them strength morally and physically. That is what we can do. May God bless them all. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ 2 ധീരരായ ചെറുപ്പക്കാർക്ക് അത്യുന്നതങ്ങളിൽ നിത്യമായ ശാന്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, അവർക്ക് ഈ വലിയ നഷ്ടത്തെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാടിന്
ആ പ്രിയപ്പെട്ട പോരാളികൾക്കൊപ്പം നടന്നവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ಕೊನೆಗೆ ನಾನು ತಮ್ಮೆಲ್ಲರಿಗೂ ಹೇಳುದು, ಬಹಳ ಸಂತೋಷದಿಂದ ನಮ್ಮ ಯುವಕರಂತ ಶರತ್ ಲಾಲ್ ಮತ್ತು ಕೃಪೇಶ್ಗೆ ಅವರ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗಲಿ. ಅವರ ಹೋರಾಟ, ಅವರ ವಿಚಾರಧಾರೆಗಳು, ಅವರ ಚಿಂತನೆಗಳು ಇವತ್ತು ಸಾವು ಇಲ್ಲ, ಅದಕ್ಕೆ ಇನ್ನ ಬದುಕಿದೆ. ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಹೇಳ್ದಂಗೆ ಅವರು ಸತ್ತಿರಬಹುದು, ಆದ್ರೆ ಅವರ ಆದರ್ಶಗಳು ಇನ್ನೂ ಕೂಡ ಬದುಕಿದೆ ಅಂತ ಹೇಳಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಹೇಳಿದ್ದಾರೆ. ಹಂಗೆ ಇವತ್ತು ಅವರೆಲ್ಲ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗಲಿ ಅಂತ ಹೇಳಿ ಬಂದಿದ್ದೇನೆ. ವಿಶೇಷವಾಗಿ ನಾನು ಐ ವುಡ್ ಲೈಕ್ ಟು ಥ್ಯಾಂಕ್ ನಮ್ಮ ಪಾರ್ಲಿಮೆಂಟ್ ಮೆಂಬರ್ who was very instrumental to bring me here, my PCC president and all the DCC and all friends. You have made a very massive program. I salute you. You please, you should not, none of you should go here. You should stay here. But I have to go back with my flight. I don't have a second flight. I have to go back. I have some emergency program. I have to reach Rajasthan late night. You should please excuse me. Anyway, I wish you all the best. Jai Hind. Jai Congress. രണ്ട് ധീരരായ ചെറുപ്പക്കാരുടെ Jai Sharath. Jai Krupesh. രണ്ട് ധീരരായ ചെറുപ്പക്കാരുടെ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുന്നു. അവരുടെ ജീവത്യാഗം വെറുതെയാവില്ല. അവരുയർത്തിപ്പിടിച്ച ആശയങ്ങൾ വെറുതെയാവില്ല. അവരുടെ ആശയധാരകൾ അത് പരാജയപ്പെടില്ല. ഗാന്ധിയെ കൊന്നിട്ടും ഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നും അതിജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ, അവരുടെ ജീവത്യാഗം അത് ഈ നാടിന് കരുത്തായി മാറും. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുന്നു. ജയ് ശരത് ലാൽ, ജയ് കൃപേഷ്. District Congress Committee is giving a memento for our beloved leader Sri D.K. Shivakumar. വലിയൊരു ഹർഷാരവത്തോടെ നമുക്ക് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ കാസർഗോഡ് DCCയുടെ I put a polite request before the minister to stay 2 more minutes with us. ഈ ഫ്രണ്ടിൽ നിന്ന് മാറിക്കേ. Sir, in 2015, the Indian Railway has made a survey regarding this Kanyanadu-Kaniyur broad gauge railway line, and the railway found that it is feasible railway line. So I put a polite request before you on behalf of the people of Kasaragod to get a requesting consent letter from the Karnataka government. So the people of Kasaragod is giving a representation before our honorable Deputy Chief Minister of Karnataka regarding this Kanyanadu-Kaniyur broad gauge railway line. ഈ കേസ് സുദീർഘമായി നടത്താൻ സഹായിച്ച 2 വക്കീലന്മാരുണ്ട്. ഒന്ന് ശ്രീ ബാബുരാജ്, അദ്ദേഹത്തിന് ശ്രീ D.K. ശിവകുമാർ ഒരു മെമ്മന്റോ കൊടുക്കും. പിന്നെ രണ്ടാമത്തെ വക്കീല് ശ്രീ പത്മകുമാർ, അദ്ദേഹത്തിനും D.K. ശിവകുമാർ, പത്മനാഭൻ അദ്ദേഹത്തിനും ഒരു മെമ്മന്റോ കൊടുക്കും. ആ മെമ്മന്റോ സ്വീകരിക്കാൻ ശ്രീ ബാബുരാജിനെയും ശ്രീ പത്മകുമാറിനെയും ക്ഷണിക്കുന്നു, പത്മനാഭനെയും ക്ഷണിക്കുന്നു. എല്ലാം റെഡി. സത്യേട്ടൻ, കൃഷ്ണേട്ടൻ, സത്യേട്ടൻ, കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടൻ. ഹലോ, ഈ മൈക്ക് കൊടുക്കേ, ഇത് കൊടുക്ക, ഈ മൈക്ക് കൊടുക്കാൻ പറയുന്നത് എന്ത് കളി. ഹലോ ഹലോ, പ്രിയപ്പെട്ടവരെ,
ശരത്തിന്റെയും കൃപേഷിന്റെയും ഓർമ്മകളെ ഇറക്കിക്കൊണ്ട് അവർക്ക് ജന്മം നൽകിയ പിതാമഹന്മാരോടൊപ്പം ഇതാ കോൺഗ്രസിന്റെ 2 കരുത്തുറ്റ നേതാക്കൾ കാസർഗോഡ് MP രാജ്മോഹനോടൊപ്പം പ്രിയപ്പെട്ടവരെ വലിയ കയ്യലോടുകൂടി അദ്ദേഹത്തിനെ നമുക്ക് ദയവായി അദ്ദേഹത്തിന് വഴി ഒരുക്കണം. ആരും ബ്ലോക്ക് ചെയ്യരുത്. അദ്ദേഹത്തിന് രാജസ്ഥാനിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ട്. ദയവായി അദ്ദേഹത്തിന് തിക്കും തിരക്കും ഉണ്ടാകാതെ വാഹനത്തിലേക്ക് കടത്തിവിടണം. ഇനി അടുത്തതായി പ്രസംഗിക്കാൻ നമ്മളെ എല്ലാം ആരാധ്യനായ KPCCയുടെ പ്രസിഡന്റ്, കേരളത്തിലെ ജനങ്ങളുടെ ആവേശമായ ശ്രീ K. സുധാകരൻ നിങ്ങളോട് അനുസ്മരണ പ്രഭാഷണം നടത്തും. നിങ്ങൾ DK ശിവകുമാറിന് പോകാൻ വഴി കൊടുക്കണം. ദയവായി തിക്കും തിരക്കും ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് രാജസ്ഥാനിൽ നടക്കുന്നൊരു മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കണം. അദ്ദേഹത്തിന് ദയവായി വഴി കൊടുക്കുക. തിക്കും തിരക്കും ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് വഴി കൊടുക്കുക. ശ്രീ DK ശിവകുമാറിന് വാഹനം വരെ കടന്നു പോകാനുള്ള വഴി കൊടുക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റിവിടണം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം തീരുന്നവരാരും അതാത് സ്ഥലങ്ങളിൽ നിന്ന് അനങ്ങരുത്. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ UDFന്റെ കൺവീനർ ശ്രീ ഗോവിന്ദൻ നായരുണ്ട്, ശ്രീ നീലകണ്ഠനുണ്ട്, ശ്രീ ഹക്കീമുദ്ദനുണ്ട്, ഷാഫി പറമ്പിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ല. പ്രസംഗത്തിന് സമാനമായ ഒരു പ്രഭാഷണമാണ് ട്രാൻസ്ലേഷൻ, അത് കലയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, നമ്മുടെ എല്ലാം ആവേശം, അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ വികാരപരമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങളൊക്കെ എത്രയോ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരാണ്. ആയിരക്കണക്കിന് ആളുകൾ, ഇതിനേക്കാളൊക്കെ ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പന്തലിൽ കടന്നു വന്നതിന് ശേഷം എന്റെ മനസ്സിന്റെ അകത്ത് ത്രസിക്കുന്ന ഒരുതരം വികാരം, ആ വികാരം വിട്ടുമാറാത്ത അവസ്ഥയിൽ അവരൊന്ന് പോയിക്കോട്ടെ സാർ. നിങ്ങളുടെ പോയില്ലേ? ഇല്ല, അവിടെ ഒരു ചെറിയൊരു ആരവുണ്ട്, അപ്പൊ ശ്രദ്ധിക്കുക. ആദ്യം ഇടിച്ചുകൊണ്ടേ. അപ്പോ അതുകൊണ്ട് ഞാന് അധികം പ്രസംഗിക്കാൻ ഞാനില്ല. ഞാൻ 3 പ്രസംഗം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്, ഈ ജില്ലയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് 1 പ്രസംഗം മാത്രം മതി എന്നാണ്. 3 പ്രസംഗം നടത്തി. പക്ഷേ എന്ന് തീരെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടനാണെന്ന്. അതുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത് എന്റെ ഒരു നിശ്ചയമാണ്. പക്ഷെ ഈ പ്രസംഗമൊക്കെ നമ്മളെ വികാര വായ്പിനെ വളരെയേറെ മനസ്സിൽ കെട്ടിയിട്ട പോലെ തോന്നുകയാണ്. ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു കാലത്ത് എന്റെ ജില്ല ഇതുപോലെ ഇതല്ല, ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണൂരിൽ 32 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ്. 32 ശവശരീരങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് റീത്ത് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എന്റെ മനസ്സ്. ഇതൊക്കെ കാണുമ്പോ കൃപേഷിന്റെയും ശരത്തിന്റെയും ഈ ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ അകത്ത് ഒന്നിനു പുറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന 10-35 ആളുകൾ എന്റെ മനസ്സിലുണ്ട്. ഇന്ന് അവരുടെ കുടുംബത്തെ ഞങ്ങളാണ് നോക്കുന്നത്. കുടുംബത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു മകൻ പോയപ്പോ കുടുംബത്തിന്റെ എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി. മറ്റൊരു കുട്ടി പോയപ്പോ ആകെപ്പാടെ ആ കുടുംബമൊക്കെ തെണ്ടിപ്പെറുക്കി ജീവിക്കുന്നിടത്തേക്ക് അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ അവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 2 പേർക്ക് ഞങ്ങൾ 2 വീട് കൊടുത്തിട്ടുണ്ട്.
പഠിക്കാൻ പൈസയില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും. സാധനം വാങ്ങാൻ പൈസയില്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങാൻ ആഴ്ച കാശ് കൊടുക്കും. ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. ഏതാണ്ട് ആ വീടുകളൊക്കെ നോക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിപ്പോ എന്റെ കണ്ണിന്റെ അകത്ത് നിഴൽപ്പാടായി നിൽക്കുകയാണ്. മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് ഈ ശരീരത്തിന്, വെട്ടേറ്റ ശരീരത്തിന് റീത്ത് വെച്ച് എടുത്ത് കാറിൽ വെച്ച് വണ്ടിയിൽ വെച്ച് അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വരവ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുകയാണ്. അത്രമാത്രം ആ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും കരയും. അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആ വീടുകളിലൊന്നും ഞാൻ നേരിട്ട് പോകാറില്ല. അപൂർവമായിട്ടേ പോകാറുള്ളൂ. ആവശ്യം വന്നാൽ ഞാൻ പോകും. അല്ലാത്തതെല്ലാം എന്റെ പാർട്ടിയുടെ മറ്റു ഭാരവാഹികളെ അയച്ച് അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വികാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരും നമ്മളുമായി അഭേദ്യമായി ബന്ധമുള്ളവനായി. ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഒരു 2 മാസം 2-3 മാസം മുമ്പ് ഞാൻ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രദേശത്ത് പോയി. നല്ല ഭീഷണിയുണ്ട്. ആ പ്രദേശത്ത് പോയി അവിടെ നമ്മുടെ ഓഫീസിന്റെ പരിസരമെല്ലാം പരിശോധിച്ചു. അവിടെ ഏതോ കുറച്ച് കടകളിലൊക്കെ കയറിയിരുന്ന് ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് CPM-കാർ കരുതിക്കോട്ടെ എന്ന് കരുതിക്കഴിഞ്ഞതാ, അല്ലാതെ വേറെ നടക്കാനൊന്നുമല്ല. പക്ഷേ ആ മക്കളെ ഇപ്പോഴും എന്റെ മനസ്സിന്റെ അകത്തുണ്ട്. എന്നെ തന്നെ പിന്തുടർന്നുകൊണ്ട് എന്നോടൊപ്പം അവരുടെ വീടുകളിലും പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ എന്നെ കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ആങ്ങൾക്ക് ഒരു പങ്ങൾക്ക് ഒരു ആങ്ങള. ഒന്ന് പോയാൽ 2 പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കുടുംബം നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടനും അതുപോലെ തന്നെ സത്യനാരായണനും ഇവിടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്. അവരുടെ മനസ്സിന്റെ അകത്ത് ഈ തിക്തമായ അനുഭവത്തിന്റെ അരുചി നഷ്ടപ്പെട്ടു പോവില്ല. ഒരിക്കലും മരിക്കുന്നത് വരെ അതുണ്ടാവുക സ്വാഭാവികമാണ്. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്? CPM-ന് എന്ത് കിട്ടി? CPM ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ CPM-ന്? എന്ത് കിട്ടി CPM-ന്? 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. കേസൊക്കെ നടത്താൻ കൈമൽ കാശ് ഉണ്ടെങ്കിൽ കേസ് നടത്താം. ഞാനൊക്കെ എത്രയോ കേസ് നടത്തിയാണ്. എത്ര കേസ് നടത്തിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഒരു 10-100 കേസൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ആ കേസിലെല്ലാം ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും കോടതികളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാഗം ന്യായത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഭാഗം ശരിയുടെ ഭാഗമാണ്. കോടതി കേസ് പരിശോധിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം പരിശോധിക്കും. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലെ കേസിന്റെ മറ്റു കാര്യങ്ങൾ കോടതി വിലയിരുത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭാഗത്ത് യാതൊരു പിഴയും ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്നുവരെ ഒരു താക്കീത് കിട്ടിയ അനുഭവം പോലും എനിക്കില്ല. അതുകൊണ്ട് എവിടെ കണ്ണൂരിലെ കോൺഗ്രസിന് ഈ CPM-ന്റെ അക്രമത്തെയൊന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്കാർക്കും ഇല്ല. ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട്. ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തത് കൊണ്ട് എന്റെ നാട്ടിൽ കുറെ CPM-കാർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല, ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല. അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ കോൺഗ്രസുകാർക്കുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും നമ്മുടെ മര്യാദയും നമ്മുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോ CPM-ന്റെ ആളുകൾക്കത് കുറേയേറെ തിരിഞ്ഞു പറഞ്ഞു വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്.
ചില ഇടങ്ങളിലൊക്കെ അവരത് പറയാറുമുണ്ട്. ഇപ്പോ ഞാൻ അവിടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മത്സരിച്ചപ്പോ 1,22,000 വോട്ടിന് ഞാൻ ജയിച്ചു. 1,22,000 വോട്ട്. കണ്ണൂരാണ്. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ റെഡ് ഫോർട്ടാണ്. പിണറായി വിജയന്റെ മണ്ഡലവും പിണറായി വിജയന്റെ നിയോജക മണ്ഡലവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മണ്ഡലം അവിടെയാണ്. എന്റെ കോൺസ്റ്റൻസിയിലാണ്. പിണറായി നിയോജക മണ്ഡലം, ധർമ്മടം നിയോജക മണ്ഡലം, പിണറായി പഞ്ചായത്ത്, രണ്ടിടത്തും എനിക്ക് ഭൂരിപക്ഷം കിട്ടി. പിണറായി ശ്വസിച്ച പഞ്ചായത്ത് പിണറായി. ആ പിണറായിയിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടി. എനിക്ക് ധർമ്മടം പഞ്ചായത്തിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടി. ആരാ എനിക്ക് വോട്ട് ചെയ്തത്? ഇത്രയേറെ CPM-കാർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എന്നെ പോലത്തെ ഒരു ഉണ്ടാ തലവന് ഈ വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ നിങ്ങൾ പരിശോധിക്കണം. അവിടെയാണ് CPM-നും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് എന്റെ പോയിന്റ്. അതിന്റെ അതേ സാഹചര്യം ഇവിടെയും ഉണ്ടാകും. നമ്മുടെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബത്തോടും മാറി മാറി വരുമ്പോ CPM-ന്റെ അപ്രോച്ച് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല. ചെയ്യേണ്ടി വരും, ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ആശങ്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല. എല്ലാറ്റിനെയും അതിജീവിക്കാൻ സാധിക്കുന്ന കരുത്തുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇവിടെ എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഈ കേസിന്റെ അകത്ത് ഈ പ്രതികള് ജയിലിൽ പോയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട, നമുക്ക് കണ്ടറിയാം. ഞാനൊരു കാര്യം പറയട്ടെ CPM-കാരോട്. കല്ലറക്കകത്ത് നിങ്ങളെ കാണാൻ ചിലപ്പോൾ ഞാൻ വന്നേക്കും. ഒന്നും തോന്നരുത്, ഒന്ന് കണ്ട് സുഖിക്കാനാണ്. അവിടെ ഇരിക്കുന്ന നിങ്ങളെ നമുക്കൊന്ന് കാണണ്ടേ? നമ്മളെ രണ്ട് പ്രവർത്തകന്മാരെയും ഒന്നിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് സുഖിക്കാൻ നിൽക്കാൻ അത് സമ്മതിക്കില്ല ഇക്കുറി. എന്തായാലും ആരദ്ദേഹത്തെ സഹായിച്ചാലും ഏത് വക്കീല് വന്നവർക്ക് വേണ്ടി വാദിച്ചാലും ഞങ്ങൾ ഇക്കുറി പരമാവധി നിയമത്തിന്റെ പരമാവധി ഞങ്ങൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാം. നിങ്ങളുടെ പിറകിലാണ് ഈ നാടും, ഈ നാടിന്റെ നഗരവും, ഈ നാടിന്റെ സംസ്കാരവും, ഈ നാടിന്റെ ജീവിതവും. നിങ്ങൾ കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ വിചാരങ്ങളോട് സമരസപ്പെട്ട് മുൻപോട്ട് പോയി ഈ നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന് ഒരു കൈത്താങ്ങാവാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാക്കുകൾ കേട്ടതിൽ നന്ദി. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എല്ലാവരും അവിടെ ഇരിക്കുക പ്ലീസ്. എന്നെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ എല്ലാ കുപ്രകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ UDF-നെ വെന്നിക്കൊടി പാറിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ MP, വേദിയിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാനീയരായ നേതാക്കന്മാർ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നു. വളരെ മുൻപേ തുടങ്ങിയ ഒരു യോഗം ഇവിടെ ഉദ്ഘാടകനായിരുന്ന ശ്രീ DK ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലാ ആസ്ഥാനത്ത് കല്യോട്ട് പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത CPM-ന്റെ നേതാക്കന്മാർ വിചാരിക്കേണ്ടുന്ന ഒരു ചിന്തയും, ഈ പ്രദേശത്ത് ശരത്തൻ കൃപേഷും ഉയർത്തിയ ഒരു കൊടി കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കൊന്നൊടുക്കിയത് എങ്കിൽ
അവരെ കൊന്നൊടുക്കിയാൽ ആ കൊടിയങ്ങ് ഇല്ലാതെയാകുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എങ്കിൽ ഇന്ന് അവരുടെ പേരിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കോൺഗ്രസുകാരാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഭയന്നിട്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നുള്ള ബോധ്യം ഈ കൊലപാതകത്തിന് ഉത്തരവിടുന്ന എല്ലാ മുതലാളിമാരും ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. ഇവരെല്ലാവരും സംസാരിച്ച വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ KPCCയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു. നമ്മുടെ 2 സഹപ്രവർത്തകരെ, നമ്മുടെ 2 സഹോദരങ്ങളെ, ഈ നാടിന്റെ കൺമണികളായ 2 പൊന്നുമക്കളെ അവരെ കൊന്നൊടുക്കിയവന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതന കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ജയിലിലേക്ക് പോയ CPMന്റെ നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ടായിരിക്കും, മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമെന്ന്. അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ട് എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാരന് ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കും. അത് നിയമത്തിന്റെ വഴിയിലെങ്കിൽ അങ്ങനെ, അതല്ലാതെ എങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോ പരോളിന് അപേക്ഷിച്ചിട്ടുള്ള 2 CPMന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രനും, അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കണക്കിന് ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ആ കാരണവരെ കൊന്ന ഷറൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനശ്വരരായ രക്തസാക്ഷികൾ പ്രിയപ്പെട്ട ശരത്തും കൃപീഷും, ആ ചെറുപ്പക്കാർ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു എളിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ വലിയ അഭിമാന ബോധമാണുള്ളത്. ആ ചെറുപ്പക്കാരെ കൊല്ലാൻ വിധിച്ചവരെ, കൊന്നവരെ ഇന്നത്തെ ദിവസം വരെ ആ കൊലക്കേസിൽ പിടിയിലായതിനു ശേഷം നിങ്ങൾ സൂര്യന്റെ വെളിച്ചം കാണിക്കാത്ത രീതിയിൽ നിയമവുമായി കാവലായി നിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, മുഴുവൻ സഹപ്രവർത്തകരെ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർമ്മസമരം, ഈ സമരം ഒരു തുടർ സമരമാണ്. ഈ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ തിരുവനന്തപുരത്ത് അടിയന്തരമായി പോവേണ്ടത് കൊണ്ട് അദ്ദേഹം മാവേലി എക്സ്പ്രസിന് പോകുന്നത് കൊണ്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ആ വിവരം കൂടി അറിയിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അവരോട് സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ DCC പ്രസിഡന്റ് PK ഫൈസൽ, ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ K സുധാകരൻ MP അടക്കമുള്ള സഹപ്രവർത്തകരെ, ഇവിടെ പ്രിയപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും 6ാമത് ഓർമ്മ ദിനം ആചരിക്കുന്ന ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള പോരാട്ടത്തിൽ മുൻപോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അസൈന ചെറുക്കളയുടെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അതിൽ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള പേപ്പേഴ്സ് ഉണ്ട്. കിട്ടിയവർ ആരെങ്കിലും ഇവിടെ ഏൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർണാടക PCC സെക്രട്ടറി ഷാഹിദ്, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬಂದಿರತಕ್ಕಂತ ಎಲ್ಲ ನಮ್ಮ KPCC ಅಧ್ಯಕ್ಷರೇ, ಜಿಲ್ಲಾ ಕಾಂಗ್ರೆಸ್ ಅಧ್ಯಕ್ಷರೇ, ಎಲ್ಲ ನಾಯಕರೇ, ಈ ಒಂದು ಅರ್ಥಪೂರ್ಣ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲ ವಿಧದ ಶುಭಾಶಯಗಳನ್ನ ತಿಳಿಸಿ, ಇಬ್ಬರು ನಮ್ಮ ಯುವಕರು ಕಣ್ಮರೆಯಾಗಿದ್ದಾರೆ ಅಂತ ಆ ಯುವಕರ ಆತ್ಮಕ್ಕೆ ಚಿರಶಾಂತಿ ದೊರಕಲಿ ಅಂತೇಳಿ ಹಾರೈಸಿ ನನ್ನ ಮಾತಿಗೆ ಅಲ್ಪವಿರಾಮ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಜೈ ಹಿಂದ್, ಜೈ ಕಾಂಗ್ರೆಸ್. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുട്ടി നിങ്ങളോട് സംസാരിക്കും.
ആരാധ്യരായ അധ്യക്ഷൻ ബഹുമാനായ KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇനിയൊരു പ്രസംഗത്തിലേക്ക് മുതിരാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പ്രോജ്വലമായ രക്തസാക്ഷിത്വ ദിനം ഈ നാടൊന്നാകെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കൊന്നവസാനിപ്പിച്ചവരോട് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെയുള്ള പോരാട്ടങ്ങളുമായി അതിശക്തമായി മുമ്പോട്ട് പോകും. നിങ്ങൾ ഇന്ന് ആ കൊലയാളികൾക്ക് പരോൾ അനുവദിക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയെങ്കിൽ ഇനി ഏകദേശം 1.5 കൊല്ലം മാത്രമേ ആ പരോളുള്ളൂ. അതിനുശേഷം വരാൻ പോകുന്ന UDFന്റെ ഗവൺമെന്റ് ആണെങ്കിൽ നിങ്ങളെ ഈ കൊലയാളികളെ മണിക്കൃത്തത്താഴിട്ട് പൂട്ടാൻ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ CK ശ്രീധരനല്ല, ഏതെരപ്പനെ കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. KPCC സെക്രട്ടറിമാർ, അതുപോലെ തന്നെ സഭാന്റെ ചെയർമാൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ KPCC മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിന്റെ ട്രഷറർ UDFന്റെ ജില്ലാ കൺവീനർ കൂടിയായ A. ഗോവിന്ദൻ നായരെ ആദരവോടെ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, 89C 2181 വണ്ടി അവിടെ നിന്ന് മാറ്റണം, മറ്റു വണ്ടികൾക്ക് അസൗകര്യമാണ്. 89C 2181. പ്രിയമുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP അവരുടെ, പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും 6ാം രക്തസാക്ഷിത്വ ദിനം അവരുടെ സ്മരണകൾ അയവിറക്കുന്ന പ്രദേശത്ത് ഒരു ത്രിവർണ സാഗരമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഈ ജില്ലയിലെ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കർണാടക PCCയുടെ പ്രസിഡന്റ് ശ്രീ DK ശിവകുമാർ അവരുടെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ആ കുഞ്ഞുങ്ങളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അനുവദിച്ച സംഖ്യ ന്യായവും യുക്തിയുമായി കാലാകാലം ഈ പ്രദേശത്തെ അവരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായി വിനിയോഗിക്കുന്ന ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടും പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PK ഫൈസൽ ഉൾപ്പെടെയുള്ള വേദിയിലെ മുഴുവൻ നേതാക്കളെയും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം അനുവദിച്ചു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമക്ക് കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി UDF സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ